യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. പലരോടുമുള്ള ഒരു ദൈവശബ്ദമാണ് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം. യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. മതി. ഒരു കൂട്ടം ജനത നിലവിളിക്കുന്ന സമയത്ത് പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ അവരെ ഒരു സന്ദേശം പറഞ്ഞ് ഉറപ്പിക്കുന്ന ഭാഗമാണ് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമ്മളിവിടെ വായിച്ചത്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ വചനത്തിൽ കൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുക. ഇവിടെ ഒരു വലിയ ജനത കരയുകയാണ് ഒരു വിഷയത്തിന് വേണ്ടി. ആ കരച്ചിലങ്ങ് നിലവിളിയായിട്ട് മാറി. സ്തോത്രം. ഉടനെ പ്രവാചകൻ എഴുന്നേറ്റിട്ട് പറയുക, ഈ വിഷയം സംബന്ധിച്ച് ഇനി നിങ്ങൾ ഒത്തിരി കരയണ്ട. കാരണം നിങ്ങളുടെ നിലവിളിയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളോട് കരുണ തോന്നും. നിങ്ങൾ നിലവിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കർത്താവ് ഉത്തരം തരും. നല്ല വചനത്തെ ഓർത്തൊരു സ്തോത്രം ചെയ്താട്ട്. അതിനകത്ത് ചില ആശയങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. വേദപുസ്തകം പഠിക്കുമ്പം മനുഷ്യൻ്റെ നിലവിളി മാത്രമല്ല ദൈവം കേൾക്കുന്നത്. മൃഗങ്ങളുടെ നിലവിളി, പക്ഷിയുടെ നിലവിളി, സ്തോത്രം, മത്സ്യത്തിൻ്റെ നിലവിളി, ഇതെല്ലാം ദൈവം കേൾക്കുമെന്നാ വചനം. സ്തോത്രം. നമ്മൾ നിലവിളിക്കുന്നുണ്ടെങ്കിലും സ്തോത്രം, അത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ആശങ്ക നമ്മളെ ഭരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ ഫോൺ ചെയ്തു, നമ്മളിവിടുന്ന് നമ്പർ ഡയൽ ചെയ്തു, ഫോൺ അവിടെ റിങ് ചെയ്തു, അപ്പുറത്തിരുന്ന ആൾ ഫോൺ എടുത്തു. അപ്പുറത്തിരിക്കുന്ന ആൾ മിണ്ടുന്നില്ലെങ്കിൽ കുറേ നേരം ഹലോ ഹലോ വെച്ചിട്ട് പിന്നെ ഹലോ ഹലോ വെച്ചിട്ട് നമ്മൾ ഫോൺ താഴെ വെക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞത് അപ്പുറത്ത് കേട്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പ് ഇല്ലാത്തത് കൊണ്ട്. മറിച്ച് നമ്മൾ ഹലോ പറയുമ്പോൾ അവിടുന്ന് ഹലോ, ഞാൻ ചാക്കോയാ വിളിക്കുന്നത്, ആ എന്നോ ഉണ്ട് എന്ന് ചോദിച്ചാലോ, ആ സംസാരം വേണമെങ്കിൽ 1 മണിക്കൂർ വരെ നീളും. കുറേ ഹലോ വെച്ചിട്ടും ആള് അപ്പുറത്തെ സൈഡിലെ ആള് മിണ്ടുന്നില്ലെങ്കിൽ ഫോൺ താഴെ വെച്ചിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നും കേൾക്കുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല, പിന്നെ ഫോൺ വിളിച്ചു. ഇതുപോലെ തന്നെയാണ് നിലവിളി. പലരും നിലവിളിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക്. പക്ഷേ ആ നിലവിളി കേൾക്കുന്നുണ്ടോ ഇല്ലയോ, ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് പലരും ഇപ്പം നിലവിളി നിർത്തി വെച്ചേക്കുന്നത്. ബൈബിളിൻ്റെ വെളിപ്പാട് പറയാം, നിന്റെ നിലവിളി ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. സ്തോത്രം. നിന്റെ കരച്ചിലും കണ്ണുനീരും ദൈവം കണ്ടിട്ടുണ്ട്. ഈ ചിലരുടെ നിലവിളിക്ക് പെട്ടെന്ന് മറുപടി കിട്ടും. ചിലർ ഒരേ വിഷയത്തിന് കുറേ നാളുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മറുപടി കിട്ടിയവരുടെ കാര്യം മാത്രമല്ലെന്ന് പറയാൻ പോകുന്നേ. ഇന്ന് പറയാൻ പോകുന്ന സന്ദേശം, നീ കുറേ നാളുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിന് ഇനി നീ നിലവിളിക്കണ്ട.